വെൽക്കം ടു ASAP. ഞാൻ സൗമ്യ. LP-UP സൈക്കോളജി ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ എന്നുള്ള ഒരു ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്കറിയാം നമ്മുടെ പരീക്ഷണങ്ങളെല്ലാം തന്നെ മനഃശാസ്ത്ര പരീക്ഷണങ്ങളെല്ലാം തന്നെ പഠനം എങ്ങനെയാണ് നടക്കുന്നത്, ലേണിംഗ് എങ്ങനെ നടക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ പരീക്ഷണങ്ങൾ ഓരോന്നും നടന്നിട്ടുള്ളത്. ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് മുറിക്കുള്ളിൽ ഓരോ പഠനവും നടക്കുന്നത് ഓരോ സൈക്കോളജിസ്റ്റുകളുടെ ഓരോ പരീക്ഷണങ്ങളിൽ നിന്നും ഉരുത്തിരിച്ചെടുത്തിട്ടുള്ള ഓരോ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരീക്ഷണങ്ങൾ എന്തെന്ന് നിങ്ങളുടെ LP-UP പരീക്ഷയിലെ ഉദ്യോഗാർത്ഥികൾ ഓരോന്നും അറിഞ്ഞിരിക്കണം. എന്താണ് പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റ്, പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും, തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ ലേണിങ്ങും, സ്കിന്നറിൻ്റെ അങ്ങനെ ഓരോരുത്തരുടെ ആയിട്ടുള്ള സ്കിന്നറിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങും അങ്ങനെ ഓരോരുത്തരുടെ പരീക്ഷണങ്ങൾ നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാവ്ലോവിനെയാണ്. പാവ്ലോവിൻ്റെ പരീക്ഷണം നടത്തിയിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. പാവ്ലോ പട്ടിയിലാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ നായയിലാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത്. മനഃശാസ്ത്ര പരീക്ഷണങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. മനഃശാസ്ത്ര പരീക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പഠനം എങ്ങനെ നടക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഓരോ പഠന സിദ്ധാന്തങ്ങളും പഠിക്കുന്നത്. എങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത്, പുതിയൊരു പഠനം പഠിക്കുമ്പോൾ അത് എന്താണ് അതിന് കാരണമാകുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് മനഃശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ ഓരോ തിയറികളിലും കണ്ടെത്തിയിട്ടുള്ളത് ഓരോ മനഃശാസ്ത്ര ഗവേഷകർ. അപ്പം അതിൽ ഒന്നാമത്തെയാണ് വ്യവഹാരവാദം. വ്യവഹാരവാദം അല്ലെങ്കിൽ അതിനെ നമ്മൾ ചേഷ്ടാവാദം എന്ന് വിളിക്കും. വ്യവഹാരവാദം, ചേഷ്ടാവാദം, നമ്മൾ ഈ ബിഹേവിയറിസം എന്നറിയപ്പെടുന്ന വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം. അപ്പം മലയാളം ടേമാണ്. ഈ ടേമുകൾ നമ്മൾ പഠിച്ചു തന്നെ പോകണം. ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്? പെരുമാറ്റമാണ്. നമ്മളുടെ ഓരോ ചേഷ്ടകളിലൂടെയാണ് പെരുമാറ്റം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ ചേഷ്ടാവാദം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ വ്യവഹാരങ്ങൾ, ഓരോ നമ്മളുടെ പെരുമാറ്റങ്ങൾ, ബിഹേവിയർ എന്നുള്ള ടേം അങ്ങനെ പഠിച്ചു വയ്ക്കുക കേട്ടോ. കുട്ടികളുടെ ബാഹ്യമായിട്ടുള്ള പെരുമാറ്റങ്ങൾക്കും, കുട്ടികൾ ബാഹ്യമായിട്ട് ഒരു പെരുമാറ്റമുണ്ട്, കുട്ടികളുടെ ഇന്നറായിട്ടുള്ള പെരുമാറ്റമല്ല, പുറമേ ഉള്ള പെരുമാറ്റം. ഈ പെരുമാറ്റങ്ങൾക്കും ആ പെരുമാറ്റങ്ങൾക്ക് ചുറ്റുപാടുകളിൽ ലഭ്യമാകുന്ന ഓരോ പ്രേരണകളുണ്ട്, ഓരോ സ്റ്റിമുലസ് ഉണ്ട്. സ്റ്റിമുലികൾ ഓരോന്നുമാണ് ആ ചുറ്റുപാടുകളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് കുട്ടികൾക്ക് ആ സ്റ്റിമുലി കൊടുക്കുമ്പോഴാണ് അതിനൊരു റെസ്പോൺസ് കിട്ടുന്നത്, അല്ലേ? അപ്പം എന്തൊക്കെയാണ് ചുറ്റുപാടുകളിൽ ലഭ്യമായിട്ടുള്ള സ്റ്റിമുലീസ്? അപ്പോൾ കുട്ടികളുടെ ബാഹ്യമായ പെരുമാറ്റങ്ങൾക്കാണ് വ്യവഹാരവാദം പ്രാധാന്യം നൽകുന്നത്. ആ കുട്ടികൾക്ക് അവയുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭ്യമാക്കുന്ന പ്രേരണകൾക്കാണ് ഇത് പ്രാധാന്യം നൽകുന്നത്. സ്റ്റിമുലസിനാണ് ഇത് പ്രാധാന്യം നൽകുന്നത്, സ്റ്റിമുലീസിനാണ് പ്രാധാന്യം നൽകുന്നത്. മനുഷ്യരുടെ അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളുടെയൊക്കെ തന്നെ പെരുമാറ്റങ്ങൾ ബാഹ്യമായിട്ടുള്ള സാഹചര്യങ്ങളോടും ബാഹ്യമായിട്ടുള്ള സിറ്റുവേഷൻസിനോടും ബാഹ്യമായിട്ടുള്ള പ്രതികരണങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ തിയറി പ്രസ്താവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് റെസ്പോൺസ്, സ്റ്റിമുലസും റെസ്പോൺസുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. നമ്മുടെ മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും പെരുമാറുന്നത് നമ്മളിപ്പോൾ ഒന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ ദേഷ്യപ്പെടൽ എന്ന് പറയുന്ന റെസ്പോൺസിന് ഒരു സ്റ്റിമുലി ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് അതുപോലെ ദേഷ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്, ആ സ്റ്റിമുലി നമ്മളിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ദേഷ്യം എന്ന ആ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ബാഹ്യമായ ഓരോ സിറ്റുവേഷനും എന്താണ്? ആ സിറ്റുവേഷനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ പ്രതികരണങ്ങളും ആയിക്കോട്ടെ, സാഹചര്യം എന്ന് പറയുന്ന ആ സിറ്റുവേഷനാണ് നമ്മൾക്ക് കിട്ടുന്ന സ്റ്റിമുലി. ആ സ്റ്റിമുലിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രതികരണമാണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് മനസ്സിലാക്കുക. അത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ JB വാട്സണും അതുപോലെ സ്കിന്നറും ഒക്കെയാണ് പ്രധാനപ്പെട്ട വ്യവഹാരവാദികൾ. ഇനി എന്താണ് ഈ വ്യവഹാരവാദം പറയുന്നത്? വ്യവഹാരവാദത്തിൻ്റെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഉറങ്ങിക്കിടക്കുന്ന എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള, നമ്മളുടെ മനസ്സിലുള്ള അന്തർലീനമായിട്ടുള്ള ഇമോഷൻസ് ഒന്നുമല്ല പ്രാധാന്യം. നമുക്കെപ്പോഴും കാണാൻ കഴിയുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ആ ബിഹേവിയർ, ആ പെരുമാറ്റത്തിന് തന്നെയാണ് ഈ ഒരു വാദം പ്രാധാന്യം നൽകുന്നത്. അതിന് തന്നെയാണ് ഈ വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം. നമ്മൾ കാണിക്കുന്ന ചേഷ്ടകൾ അതിന് തന്നെയാണ്. അത് ഏത് രീതിയിലാണോ നമ്മൾ ആക്ട് ചെയ്യുന്നത്, ആക്ട് മീൻസ് നമ്മളുടെ ഏത് രീതിയിലാണോ ബിഹേവിയർ പുറത്തേക്ക് വരുന്നത്, നമുക്ക് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള
നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അതിന് തന്നെയാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അന്തർലീനമായിട്ടുള്ള മാനസിക വികാരങ്ങളെക്കാൾ എന്തിനാണ് ഒബ്സർവബിൾ ആയിട്ടുള്ള ബാഹ്യ പെരുമാറ്റങ്ങൾക്കാണ് ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രേരണകളാണ് ജീവികളുടെ പ്രതികരണങ്ങളെ നിശ്ചയിക്കുന്നത്. അപ്പോൾ പ്രതികരണങ്ങളെ എപ്പോഴും നിശ്ചയിക്കുന്നത് എന്താണ്? സ്റ്റിമുലിയാണ്, അല്ലെങ്കിൽ സ്റ്റിമുലസ് ആണ്. അപ്പോൾ സ്റ്റിമുലസിൽ നിന്നാണ് റെസ്പോൺസ് ഉണ്ടാവുന്നത് എന്നാണ് ഈ ഒരു വാദം അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രേരണകൾ അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് റെസ്പോൺസിനെ നിശ്ചയിക്കുന്നത്, പ്രതികരണങ്ങളെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക: ഒബ്സർവബിൾ ആയിട്ടുള്ള ബാഹ്യ പെരുമാറ്റങ്ങൾ, അതുപോലെ സ്റ്റിമുലസ്, റെസ്പോൺസ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വ്യവഹാരവാദം എപ്പോഴും എന്താണ് പറയുന്നത്, വാദിക്കുന്നത് എന്താണ്? പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും പെരുമാറ്റങ്ങളെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഈ വാദം പറയുന്നത്. അപ്പോൾ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റുകൾ നടത്തിക്കൊണ്ടും അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടും ഈ പെരുമാറ്റങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റങ്ങൾ വരുത്താം. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ കുറച്ച് എക്സ്പെരിമെൻറ്റുകളൊക്കെ നമുക്കായിട്ട് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൽ അത് എല്ലാം ജീവികളിലാണ് കൂടുതലും. ജീവികളിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, മനുഷ്യരിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, കൂടുതലായിട്ടും മൃഗങ്ങളിലാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത്, അല്ലേ? കുട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ജനിച്ചു വീഴുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ചെറിയൊരു കുട്ടി എന്ന് പറയുന്നത്, അവരുടെ മനസ്സ് എന്ന് പറയുന്നത് ശൂന്യമായ ഒരു സ്ലേറ്റ് പോലെയാണെന്നാണ് ജോൺ ലോക്ക് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഈ ജോൺ ലോക്കിൻ്റെ ടാബുല രസ എന്ന് പറയുന്ന ഈ തിയറിയിലാണ് ഈ വ്യവഹാരവാദത്തെ പിന്താങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ വ്യവഹാരവാദം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ജോൺ ലോക്കിൻ്റെ ടാബുല രസയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വ്യവഹാരവാദം നിൽക്കുന്നത്. കുട്ടി എന്ന് പറയുന്നത് എപ്പോഴും ശൂന്യമായ ഒരു സ്ലേറ്റ് പോലെയാണ് എന്നാണ് വ്യവഹാരവാദികൾ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ജോൺ ലോക്കിൻ്റെ ഒരു കോട്ടാണിത്. അപ്പോൾ നമ്മൾ ഈ ജോൺ ലോക്ക് പറയുന്ന ഈ ഒരു കാര്യം പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ടാബുല രസ, കുട്ടിയുടെ മനസ്സൊരു ടാബുല രസയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ആ സ്ലേറ്റിൽ നമുക്ക് എഴുതി ചേർക്കാം, ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർക്കാനായിട്ട് സാധിക്കും. ആ ശൂന്യമായിട്ടുള്ള ഒരു ഇതിലേക്ക്, എംപ്റ്റി ആയിട്ടുള്ള ടാബുല രസയിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ബിഹേവിയറിലൊക്കെ തന്നെ മാറ്റം വരുത്താനും ചേഞ്ചുകളൊക്കെ തന്നെ വരുത്താനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഇവാൻ പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിലേക്കാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ് ഇതിൽ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുബന്ധനം. അപ്പോൾ ആ ഒരു അനുബന്ധനം എന്നുള്ള വാക്ക് തന്നെ ആദ്യം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്താണ് പൗരാണിക അനുബന്ധനം? അനുബന്ധനം എന്നാൽ കണ്ടീഷനിങ്. ഓക്കെ, അത് ഇവാൻ പാവ്ലോവിൻ്റെ തിയറിയിലാണ് ഈ കണ്ടീഷനിങ് വരുന്നത്. നമ്മൾ സ്റ്റിമുലസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വാദമായതിനാൽ ഈ ഒരു പാവ്ലോവിൻ്റെ തിയറി എസ് ടൈപ്പ് അനുബന്ധനം എന്നും അറിയപ്പെടുന്നു. എസ് ടൈപ്പ് അനുബന്ധനം. ഓക്കെ, എസ് ടൈപ്പ് അനുബന്ധനം അറിയപ്പെടുന്ന തിയറി ഏതാണ്? പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. പൗരാണിക അനുബന്ധനമാണ്. LP-UPക്കാർക്ക് പൗരാണിക അനുബന്ധനം എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അനുബന്ധന സിദ്ധാന്തം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ കണ്ടീഷൻഡ് തിയറി. അപ്പോൾ അനുബന്ധനം എന്നുള്ള പേര് പഠിച്ചാൽ കണ്ടീഷൻഡ് തിയറിയാണെന്ന് മനസ്സിലാവും. കാരണം ഇതിൽ സംബന്ധവാദം എന്നൊക്കെ പറയുന്ന മറ്റൊരു തിയറി കൂടി ഈ വ്യവഹാരവാദത്തിൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ പ്രൊപ്പൗണ്ടർ വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഇത് അനുബന്ധ സിദ്ധാന്തമാണ്, കണ്ടീഷൻഡ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഓർത്തിരിക്കുക. പൗരാണിക അനുബന്ധനം എന്ന ഈ ഒരു വാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇവാൻ പാവ്ലോവാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നും ഇതിനെ വിളിക്കുന്നു. ഇവാൻ പാവ്ലോ എസ് ടൈപ്പ് അനുബന്ധന സിദ്ധാന്തം എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് റെസ്പോണ്ടൻ്റ് കണ്ടീഷനിങ് എന്നറിയപ്പെടുന്നത് ഇവാൻ പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധനം തന്നെയാണ് ഈ റെസ്പോണ്ടൻ്റ് കണ്ടീഷനിങ് എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെ പ്രതികരണം, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതികരണ അനുബന്ധനം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഇവാൻ പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധനത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രതികരണാനുബന്ധനം, അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റ് കണ്ടീഷനിങ്. ഇനി ഇച്ഛാതീത അനുബന്ധനം. ഇച്ഛാതീതം എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നത്. ഓക്കെ, ഇച്ഛാനുബന്ധനമുണ്ട്, അത് വോളണ്ടറി ആയിട്ട് നടക്കുന്നത്. ഇത് ഇച്ഛാതീത അനുബന്ധനം ഇൻവോളണ്ടറി കണ്ടീഷനിങ് ആണ്. പ്രതികരണ അനുബന്ധനം അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റ് കണ്ടീഷനിങ്, ഇച്ഛാതീത അനുബന്ധനം ഇൻവോളണ്ടറി കണ്ടീഷനിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ടേമുകൾ പഠിച്ചു വയ്ക്കുക. റെസ്പോണ്ടൻ്റ് കണ്ടീഷനിങ് ഒക്കെ വിളിക്കുന്നത് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെയാണ്. ഇച്ഛാതീത അനുബന്ധനം അല്ലെങ്കിൽ ഇൻവോളണ്ടറി കണ്ടീഷനിങ്, ഇതെല്ലാം തന്നെ
എന്താണ് നമ്മുടെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ മറ്റു പേരുകളാണ്. പേരുകൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ തിയറിയിലേക്ക് കടക്കുകയാണ്. എന്തായിരുന്നു ഇവാൻ പാവ്ലോവിൻ്റെ മുഴുവൻ നാമം? ഇവാൻ പെട്രോവിച്ച് പാവ്ലോ എന്നായിരുന്നു. റഷ്യക്കാരനായിട്ടുള്ള ഇവാൻ പെട്രോവിച്ച് പാവ്ലോ. ഓക്കെ, പാവ്ലോ ആരെയാണ് പരീക്ഷണത്തിനായിട്ട് തിരഞ്ഞെടുത്തത്? പാവ്ലോവിൻ്റെ പരീക്ഷണത്തിൽ ഡോഗുകളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ള ഡോഗുകളുണ്ട്, അല്ലാത്ത ഡോഗുകളുണ്ട്, സ്ഥിരമായി പരീക്ഷണം നടത്തുന്ന ഡോഗുകളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളാണ് പാവ്ലോവിൻ്റെ ഡോഗുകളുടെ പേരുകളൊക്കെ തന്നെ. അപ്പോൾ നായയിലായിരുന്നു ഇദ്ദേഹം പരീക്ഷണം നടത്തിയത്. നായയിൽ നടത്തിയ ഈ പരീക്ഷണം വഴി അദ്ദേഹം ചെയ്തത് സ്വാഭാവികമായിട്ടുള്ള ഒരു സ്റ്റിമുലസ് അതിനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബന്ധമുണ്ടാക്കിക്കൊണ്ട് പഠനം സാധ്യമാക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കൂ, പാവ്ലോ തൻ്റെ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത് ഒരു നായയെയാണ്, അല്ലെങ്കിൽ പാവ്ലോ ഒരു പട്ടിയെയാണ് തിരഞ്ഞെടുത്തത്. നായയിൽ നടത്തിയ ഈ പരീക്ഷണം വഴി ഇദ്ദേഹം എന്താണ് സ്വാഭാവിക ഉത്തേജകം എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ്. ഓക്കെ, സ്വാഭാവികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പേരുകളൊക്കെ നമ്മൾ പഠിക്കും. അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസും കൃത്രിമ ഉത്തേജകവും ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസും. അപ്പോൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസും തമ്മിലുള്ള ബന്ധത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? പഠനം സാധ്യമാകുമെന്നാണ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കുക. നായയിൽ നടത്തിയ ഈ പരീക്ഷണം വഴി സ്വാഭാവിക ഉത്തേജകവും കൃത്രിമ ഉത്തേജകവും തമ്മിലുള്ള ബന്ധത്തിലൂടെ പഠനം സാധ്യമാകുമെന്നാണ് അദ്ദേഹം തെളിയിച്ചത്. ഓക്കെ, ഇനി അദ്ദേഹം ചെയ്തത് നായയുടെ ഉമിനീർ അല്ലെങ്കിൽ സലൈവ ഇത് നമ്മൾ പഠിക്കുന്നതാണല്ലോ, നിങ്ങളൊക്കെ തിയറി പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നായയുടെ സലൈവ അല്ലെങ്കിൽ ഉമിനീർ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം ഈ നായയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പരീക്ഷണം ആരംഭിച്ചത്. ഓക്കെ, നായയുടെ ശരീരത്തിൽ ഉമിനീർ അളക്കാനുള്ള സലൈവ അളക്കാനുള്ള ഒരു ഉപകരണം ഘടിപ്പിച്ചു. എന്നിട്ടാണ് ഈ പരീക്ഷണം തുടങ്ങിയത്. ഇതാണ് പരീക്ഷണം. പാവ്ലോവിൻ്റെ ഡോഗ് എക്സ്പെരിമെൻ്റ് ആണിത്. ബിഫോർ കണ്ടീഷനിങ്, ഡ്യൂറിങ് കണ്ടീഷനിങ്, ആഫ്റ്റർ കണ്ടീഷനിങ്, 3 സ്റ്റേജുകളായിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് നടക്കുന്നത്. ഇവിടെ നായയ്ക്ക് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്റ്റിമുലസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫുഡ് അല്ലെങ്കിൽ ഇതിൽ ഇറച്ചി കഷ്ണം, മീറ്റാണ് നായയ്ക്ക് കൊടുക്കുന്ന അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഒരു നായയുടെ മുന്നിലേക്ക് ഇപ്പോൾ ഒരു ചിക്കൻ നഗറ്റ്സ് ആണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ നായയുടെ വായിൽ ഓട്ടോമാറ്റിക്കായിട്ട് സലൈവേഷൻ വരും. നമുക്കാണെങ്കിലും ഇഷ്ടപ്പെട്ട ഫുഡ് അടുത്ത് വെക്കുമ്പോൾ നമ്മൾക്കും സലൈവേഷൻ വരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്റ്റിമുലി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം വരുന്നത് നാച്ചുറലാണ് അല്ലേ? അപ്പോൾ ഇവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുത്തു. ഈ ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിൽ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് കിട്ടി. ഇനി ഇവിടെ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ല് കൊടുക്കുന്നു. ഫുഡ് കൊടുക്കുന്നില്ല, ബെല്ല് മാത്രം കൊടുക്കുന്നു, റെസ്പോൺസ് കിട്ടുന്നില്ല അവിടെ അല്ലേ? ഡ്യൂറിങ് കണ്ടീഷനിങ്ങിൽ ഇതിൽ നോക്കുക, ഫുഡും ബെല്ലും ഉണ്ട്. ഇവിടെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് വന്നു. ഇവിടെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് മാത്രം കൊടുത്തപ്പോൾ കണ്ടീഷൻഡ് റെസ്പോൺസ് വന്നു. നമുക്ക് ഒന്നുകൂടെ വിശദമാക്കിയാൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് അനുബന്ധനത്തിന് മുൻപ് അല്ലെങ്കിൽ ബിഫോർ കണ്ടീഷനിങ്. അനുബന്ധനത്തിന് മുമ്പ് അല്ലെങ്കിൽ ബിഫോർ കണ്ടീഷനിങ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിഫോർ കണ്ടീഷനിങ് എന്താണെന്ന് നോക്കാം. നായയ്ക്ക് ഭക്ഷണം അല്ലെങ്കിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്ന സ്വാഭാവിക ഉത്തേജകം നൽകുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് എന്ത് വന്നു? സലൈവേഷൻ വന്നു, ഉമിനീർ വന്നു. അപ്പോൾ ഈ സ്വാഭാവിക പ്രതികരണം എന്നുള്ള ഉമിനീര് അല്ലെങ്കിൽ സലൈവേഷൻ വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന. സ്വാഭാവികമായിട്ടുള്ള ഉത്തേജകം കൊടുത്തു. പക്ഷെ ബെല്ലടിക്കുമ്പോൾ എന്ത് വന്നില്ല? ന്യൂട്രൽ സ്റ്റിമുലസ് എന്നാണ്. ന്യൂട്രൽ സ്റ്റിമുലസ് കൊടുത്തപ്പോൾ എന്താണ്? പട്ടിക്ക് ഉമിനീർ വന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. ന്യൂട്രൽ സ്റ്റിമുലസ് കൊടുത്തപ്പോൾ ഉമിനീർ വന്നില്ല. സ്വാഭാവികമായിട്ട് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം വന്നു. ഓക്കെ, ഇനി രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഡ്യൂറിങ് കണ്ടീഷനിങ് ആണ്. ഈ ഡ്യൂറിങ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ അനുബന്ധന വേള എന്ന് പറയുമ്പോൾ കണ്ടീഷനിങ് നടക്കുന്ന സമയം അല്ലേ? ബെല്ല് അടിച്ച ഉടനെ എന്ത് ചെയ്തിട്ടുണ്ട്?
പട്ടിക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ്. ബെല്ലടിക്കുമ്പോൾ ഭക്ഷണം കിട്ടുമെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ പലതവണ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, പലതവണ ബെല്ലടിക്കുന്നതും ഭക്ഷണം നൽകുന്നതും എന്താക്കി? ഒരുമിച്ച് ആവർത്തിച്ചു. ബെല്ലടിക്കുമ്പോഴൊക്കെ തന്നെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ബെല്ലടിക്കുമ്പോഴൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോഴും ആ ഭക്ഷണത്തോടൊപ്പം ഈ മണിനാദം അല്ലെങ്കിൽ മണിശബ്ദം, ബെല്ല് ഇതൊക്കെ കേൾപ്പിച്ചപ്പോഴും ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ എപ്പോഴാണോ മണിനാദം കേൾപ്പിച്ചത് അപ്പോൾ തന്നെ ഫുഡും കൊടുത്തു. ഈ ഫുഡ് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു? ബെല്ലും ഫുഡും കൂടി ഒരുമിച്ച് കൊടുത്തപ്പോഴാണ്, പലതവണ കൊടുത്തപ്പോഴും എന്ത് വന്നു? നാച്ചുറൽ റെസ്പോൺസ് വന്നു. അപ്പോൾ ഇതായിരുന്നു രണ്ടാം ഘട്ടം. ഒന്നുകൂടെ നോക്കാം. രണ്ടാം ഘട്ടം ഡ്യൂറിങ് കണ്ടീഷനിങ് ആണ്, അനുബന്ധന വേളയിലാണ്. അനുബന്ധന വേളയിൽ ബെല്ലടിച്ച ഉടനെ പട്ടിക്ക് എന്ത് കൊടുക്കുന്നു? ഭക്ഷണം നൽകി. ഇങ്ങനെ പലതവണ ഇത് ആവർത്തിച്ചു. പലതവണ ബെല്ലടിച്ചപ്പോഴൊക്കെ തന്നെ ഭക്ഷണവും കൊടുത്തു. ഒരുമിച്ച് ഇത് ആവർത്തിച്ചപ്പോൾ ഈ ഒരു ഭക്ഷണവും ബെല്ലും കേൾപ്പിച്ചപ്പോഴൊക്കെ തന്നെ സലൈവേഷൻ വന്നു, ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഇനി മൂന്നാം ഘട്ടമാണ്. മൂന്നാം ഘട്ടം അനുബന്ധനത്തിന് ശേഷമാണ്. അനുബന്ധനം സംഭവിച്ചു, കണ്ടീഷനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു. ആഫ്റ്റർ കണ്ടീഷനിങ് ചെയ്യപ്പെട്ട നായയിൽ ഉണ്ടായത് എന്താണ്? കണ്ടീഷൻ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ബെല്ലും ഫുഡും ഒരുമിച്ച് കൊടുത്തു അല്ലേ? പിന്നീട് എന്താണ് സംഭവിച്ചത്? ഭക്ഷണം നൽകാതെ ബെല്ല് മാത്രം കൊടുത്ത സമയത്തും എന്ത് സംഭവിച്ചു? നായയിൽ ഉമിനീര് വരാൻ തുടങ്ങി. ഓക്കെ, ഉമിനീര് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ ബെല്ല് എന്തായിട്ടാണ് മാറിയത്? ഇവിടെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് അല്ലേ? ഈ ന്യൂട്രലായിട്ട് വന്ന ആ സ്റ്റിമുലസ് ഇവിടെ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് കൊടുത്ത ഈ കൃത്രിമ ചോദകം, അല്ലെങ്കിൽ കൃത്രിമ ചോദകം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, കൃത്രിമ ചോദകം. എന്നാൽ സ്വാഭാവിക ചോദകത്തെ എന്ത് വിളിക്കും? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഓക്കെ, കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് കൃത്രിമ ചോദകം, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് സ്വാഭാവിക ചോദകം. ഓക്കെ, കണ്ടീഷൻ ചെയ്യപ്പെടാത്തത് അൺകണ്ടീഷൻഡ്, കേട്ടോ, അതാണ് സ്വാഭാവികമായിട്ടുള്ളത്. കണ്ടീഷൻ ചെയ്തെടുത്തതാണ് കണ്ടീഷൻ ചെയ്തെടുത്തതാണ് ഇവിടെ കൃത്രിമ ചോദകമായിട്ട് മാറിയിട്ടുള്ളത്. കൃത്രിമ ചോദകമായിട്ട് മാറിയിട്ടുള്ളത് ഏതാണ്? ബെല്ല് എന്നത് കൃത്രിമ ചോദകമായി മാറി. അങ്ങനെ ഈ സലൈവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഉമിനീരൊഴുക്ക് അല്ലെങ്കിൽ സലൈവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അനുബന്ധന പ്രതികരണമായി മാറി. എന്തായി മാറി? അനുബന്ധന പ്രതികരണമായി മാറി. അനുബന്ധന പ്രതികരണം എന്ന് പറയുമ്പോൾ കണ്ടീഷൻഡ് റെസ്പോൺസ് ആയി മാറി. ഒന്നുകൂടെ നോക്കൂ, ഈ സലൈവേഷൻ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ചെയ്തെടുത്ത റെസ്പോൺസ് ആയി മാറി. ഇവിടെ വന്ന വ്യത്യാസം എന്താണ്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലി കൊടുത്തപ്പോൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് വന്നു എന്ന് വെച്ചാൽ സ്വാഭാവിക ചോദകം കൊടുത്തപ്പോൾ സ്വാഭാവിക പ്രതികരണം വന്നു. ഇനി ഇവിടെ സംഭവിച്ചത് എന്താണ്? കൃത്രിമ ചോദകം കൊടുത്തപ്പോൾ അതാണ് ആർട്ടിഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുത്തപ്പോൾ, കൃത്രിമ ചോദകം കൊടുത്തപ്പോൾ എന്ത് വന്നു? ഇവിടെ കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അനുബന്ധന ആ ഒരു എന്തു പ്രോസസ്സ് നടന്നു? കണ്ടീഷനിങ് പ്രോസസ്സ്, അനുബന്ധന പ്രോസസ്സ് നടന്നില്ലേ? അപ്പോൾ അനുബന്ധനം ചെയ്യപ്പെട്ട, കണ്ടീഷനിങ് ചെയ്യപ്പെട്ട റെസ്പോൺസ് ഉണ്ടായി എന്നാണ് അവിടെ പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. ഒന്നുമില്ല, മൂന്നാം ഘട്ടം എന്ന് പറയുന്ന അനുബന്ധനത്തിന് ശേഷമാണ്. ഭക്ഷണം നൽകാതെ ബെല്ല് മാത്രം അടിച്ചപ്പോഴും എന്തുണ്ടായി? നായയിൽ ഉമിനീരൊഴുകി. ഇവിടെ ബെല്ലെന്നത് ഒരു കൃത്രിമ ചോദകമായി മാറി. ഈ ബെല്ല് എന്ന് പറയുന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഉമിനീര് സലൈവേഷൻ എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അപ്പോൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുത്താലും കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാവുമെന്നാണ് ഈ തിയറി തെളിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സ്വാഭാവിക ചോദകത്തിന്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന്, സ്വാഭാവിക ചോദകത്തിന് എന്ത്? നൈസർഗിക ചോദകം എന്നും ഇതിനെ വിളിക്കും കേട്ടോ. നൈസർഗിക ചോദകം എന്നും ഇതിനെ വിളിക്കും. അതാണ് നൈസർഗികമായിട്ടുള്ളത്, സ്വാഭാവികമായിട്ടുള്ളത് എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിമുലസ്, നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും. നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവുമെന്നാണ് ഇതിൽ പറയുന്നത്. സ്വാഭാവിക ചോദകത്തിന്, നൈസർഗിക ചോദകത്തിന് സ്വാഭാവിക പ്രതികരണം ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ആ പ്രതികരണം സൃഷ്ടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണോ കഴിയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യപ്പെട്ടു? കണ്ടീഷനിങ് പ്രോസസ്സ് അവിടെ നടന്നു. ഇവിടെ സ്വാഭാവിക ചോദകത്തിന് എങ്ങനെയാണോ സ്വാഭാവിക പ്രതികരണം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെയാണ് കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലിക്ക് കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കണ്ടീഷനിങ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അനുബന്ധനം എന്നുള്ള ഒരു പ്രോസസ്സ് അവിടെ നടന്നു, കണ്ടീഷനിങ് എന്നുള്ള ഒരു പ്രോസസ്സ് അവിടെ നടന്നു. അങ്ങനെ കൃത്രിമ
ചോദകം കൊടുത്താൽ പോലും, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് കൊടുത്താൽ പോലും ആർട്ടിഫിഷ്യൽ റെസ്പോൺസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഈ തിയറി തെളിയിച്ചത്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഇവിടെ സ്വാഭാവിക ചോദകത്തിന് സ്വാഭാവിക പ്രതികരണം സൃഷ്ടിക്കാൻ കഴിഞ്ഞതുപോലെ കണ്ടീഷനിങ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അനുബന്ധനം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ കണ്ടീഷനിങ് ചെയ്യപ്പെട്ടു. അനുബന്ധനം ചെയ്യപ്പെട്ടു. കൃത്രിമ ചോദകത്തിനും എന്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള റെസ്പോൺസ്, കൃത്രിമ പ്രതികരണം കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് ഈ തിയറി തെളിയിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നൈസർഗിക ചോദകവും അതിൻ്റെ നൈസർഗിക പ്രതികരണവും തമ്മിലുള്ള ബന്ധത്തിൽ വരുത്തുന്ന പരിവർത്തനത്തെയാണ് അനുബന്ധനം എന്ന് പറയുന്നത്. എന്നിട്ട് നോക്കൂ, നൈസർഗിക ചോദകമുണ്ട്, നാച്ചുറൽ സ്റ്റിമുലി. അതിൻ്റെ നൈസർഗിക പ്രതികരണം, നാച്ചുറലായിട്ട് വരുന്ന അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ്, അതിനെയാണ് നൈസർഗിക പ്രതികരണം എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള ബന്ധമുണ്ട്, ഇവ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്, ഒരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധത്തിൽ വരുത്തുന്ന മാറ്റം, പരിവർത്തനം, ഇത് രണ്ടും തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാ? ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുത്തപ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള റെസ്പോൺസ് വന്നു. ഇവ തമ്മിലൊരു ബന്ധമുണ്ട്, സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ. ഇതിലൊരു മാറ്റം വരുത്തുകയാണ്. ഇതിലൊരു മാറ്റം വരുത്തിയത് ബെല്ല് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ മാറ്റം വരുത്തിയത്. ആ ബെല്ല് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റം വന്നു. അവിടെ അനുബന്ധനം എന്നുള്ളൊരു പ്രോസസ്സ്, കണ്ടീഷനിങ് എന്നുള്ളൊരു പ്രോസസ്സ് നടന്നു. അങ്ങനെയാണ് അത് രണ്ടും തമ്മിലുള്ള ബന്ധം മാറിയിട്ട് എന്താണ്, ആ ബന്ധത്തിൽ ഒരു പരിവർത്തനം, ഒരു മാറ്റം സംഭവിച്ചു. ആ മാറ്റം സംഭവിച്ചത് ഇത് തന്നെ കൊടുക്കണമെന്നില്ല, അല്ലേ? അൺകണ്ടീഷൻഡ് തന്നെ കൊടുക്കണമെന്നില്ല. കണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു സ്റ്റിമുലി കൊടുത്താലും, ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് സ്കൂളിൽ വിടുമ്പോൾ ഈ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ചോറ്റും പാത്രം അല്ലെങ്കിൽ ചോറും പൊതി എടുത്തിട്ട് അല്ലെങ്കിൽ കൈ കഴുകാൻ ഓടുന്ന ഒരു സീന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് ഡെയിലി ആ ദിവസം ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതേ കാര്യം തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലും സംഭവിക്കുന്നത്. നമ്മളൊരു കാര്യം ഡെയിലി ഇന്ന സമയത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് കണ്ടീഷൻ ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ ബെല്ല് കൊടുത്തപ്പോഴൊക്കെ ഫുഡ് കിട്ടി. അപ്പം നായയിലൊരു പ്രതീക്ഷയുണ്ട്, ബെല്ല് കൊടുക്കുമ്പോഴൊക്കെ തന്നെ എനിക്ക് ഫുഡ് കിട്ടും. അതുകൊണ്ട് ബെല്ല് കേൾക്കുമ്പോൾ തന്നെ ആ കണ്ടീഷൻ ചെയ്യപ്പെട്ട പ്രോസസ്സ് നായയിൽ ഉമിനീര് ഉൽപ്പാദിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഞാനൊരു കോഡ് തരാം, ആരുടെ തിയറിയാണെന്ന് ഓർത്തിരിക്കാനായിട്ട്. അപ്പോൾ ഇവാൻ പാവ്ലോവിൻ്റെ തിയറി, ഓരോ തിയറികളും പഠിച്ചു കഴിയുമ്പോൾ പേരുകളൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇവാൻ പാവ്ലോവിൻ്റെ തിയറിയാണ് എന്ന് ഇത് നമുക്ക് പഠിക്കണം, അല്ല? ഇവാൻ പാവ്ലോവിൻ്റെ തിയറിയാണ്. എന്തിലാണ് പരീക്ഷണം നടത്തിയത്? നായയിലാണ് പരീക്ഷണം നടത്തിയത്. ഇദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരെന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ചെറിയ കോഡ് തരാം. ആവശ്യമുള്ളവർ മാത്രം കോഡ് എടുത്താൽ മതി, ആവശ്യമില്ലാത്തവർ എടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവൻ എന്ന് വായിക്കുക കേട്ടോ. ക്ലാസ്സിൽ എന്താ? പാവാടോ. കുറേ കുട്ടികളുണ്ടല്ലോ, അപ്പം അതിൽ ഇവൻ അല്ലെങ്കിൽ ഇവാൻ. ക്ലാസ്സിൽ എന്താണ്? ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ടാവും. ആ ക്ലാസ്സിൽ ഒരു പാവമായിട്ടുള്ള കുട്ടിയാണ് ഇവനോ അല്ലെങ്കിൽ ഈ കുട്ടി ഇവൻ. ക്ലാസ്സിൽ പാവമാണ്, പാവലോ ആണ് കേട്ടോ. അത് പാവലോ, ഇവാൻ പാവലോ എന്ന് ഫുൾ നെയിം ഉണ്ട്. ഇത് ഡോഗാണ് കേട്ടോ, ഡോഗ്. അപ്പോൾ ഇവൻ ക്ലാസ്സിൽ പാവാടോ എന്നോർത്തിരുന്നാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇവാൻ പാവലോ. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരിൽ തന്നെ ഉണ്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ്. എന്തിലാണ് പരീക്ഷണം നടത്തിയത്? ഡോഗിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിക്കുക. ഇനി നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള ഓരോ ടേമുകളും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടു. പാവ്ലോവിൻ്റെ ഡോഗിനെ നമ്മൾ കണ്ടു, ഇറച്ചി കഷ്ണവും കണ്ടു, എങ്ങനെയാണ് സലൈവേഷൻ വന്നതെന്ന് കണ്ടു, കണ്ടീഷനിങ് നടന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നിങ്ങൾക്ക് എങ്ങനെ ഈ പ്രോസസ്സ്, അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്, എന്താണ് നാച്ചുറൽ സ്റ്റിമുലസ്, എന്താണ് നാച്ചുറൽ റെസ്പോൺസ്, ഇതൊക്കെ നമ്മൾക്ക് ഈ ടേംസുകൾ എന്താണ്, ടേംസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. UCS, UCR, NS, NR, ഇതൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് ഒന്ന് പരിചയപ്പെട്ടു പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഈ സംഭവങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേമാണ് UCS. UCS എന്ന് പറയുമ്പോൾ അറിയാം, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അത് തന്നെ പഠിച്ചു വയ്ക്കുക. ഇത് തന്നെയാണല്ലോ നമ്മൾ ഇത്ര നേരം പഠിച്ചത്, സ്വാഭാവിക ഉത്തേജനം. ആ സ്വാഭാവിക ഉത്തേജനമാണ് ഇവിടെ ഭക്ഷണം അല്ലെങ്കിൽ മീറ്റ് എന്ന് പറയുന്നത്. ഇനി UCR, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. UCR
സ്വാഭാവിക പ്രതികരണം. സ്വാഭാവിക പ്രതികരണം. ഈ സ്വാഭാവിക പ്രതികരണം എന്ന് പറയുന്നത് ഉമിനീർ സ്രാവമാണ്. അടുത്തതായിട്ട് ന്യൂട്രൽ സ്റ്റിമുലസ് കൊടുത്തു. ഇതിനെ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് കൂടി അറിയപ്പെടും കേട്ടോ. ന്യൂട്രൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ നിർവീര്യ ഉത്തേജനം എന്നാണ് അറിയപ്പെടുന്നത്. നിർവീര്യ ഉത്തേജനം, ന്യൂട്രൽ സ്റ്റിമുലസ്, NS. ന്യൂട്രൽ NS എന്ന് കാണുമ്പോൾ നാച്ചുറൽ സ്റ്റിമുലസ് എന്നല്ല, ന്യൂട്രൽ സ്റ്റിമുലസ്. അപ്പം US അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, UCR അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, NS ന്യൂട്രൽ സ്റ്റിമുലസ്. ന്യൂട്രൽ സ്റ്റിമുലസ് നിർവീര്യ ഉത്തേജകം. ന്യൂട്രൽ സ്റ്റിമുലസ് നിർവീര്യ ഉത്തേജകം. ബെൽ ശബ്ദം. ബെൽ ശബ്ദം. ബെൽ ശബ്ദം അല്ലെങ്കിൽ മണിയൊച്ച. അപ്പോൾ ബെല്ല് കൊടുത്തു, ന്യൂട്രൽ സ്റ്റിമുലസ് കൊടുത്തു. CS കണ്ടീഷൻഡ് സ്റ്റിമുലസ്. കണ്ടീഷൻഡ് സ്റ്റിമുലസ്. കണ്ടീഷൻ ചെയ്യപ്പെട്ടു എന്ന് വെച്ചാൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണെന്ന് ഓർക്കുക. കൃത്രിമമായിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ് അല്ലേ? കണ്ടീഷൻ ചെയ്തതാണ് കൃത്രിമ ബന്ധിത ഉത്തേജകം. കൃത്രിമ ബന്ധിത ഉത്തേജകം അതാണ് ബെല്ല്. CS. ഓക്കെ. CR എന്താണ്? കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. CR എന്ന് പറഞ്ഞാൽ കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. കണ്ടീഷൻ ചെയ്യപ്പെട്ട, ബന്ധിത, കണ്ടീഷൻ ചെയ്യപ്പെട്ട, കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ബന്ധിതമായിട്ടുള്ള അല്ലേ? അപ്പോൾ ഒരു ബന്ധനം എന്ന് പഠിക്കുക. ആ ബന്ധിത പ്രതികരണമാണ് കണ്ടീഷൻഡ് റെസ്പോൺസ്. ബെല്ല് കേൾക്കുമ്പോൾ ഉമിനീർ വരുന്നത് എന്താണ്? കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ കണ്ടീഷൻഡ് റെസ്പോൺസ് വരെ എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. UCS ഫുഡ് അല്ലെങ്കിൽ മീറ്റ്, UCR വന്നു. NS പ്ലസ് UCS എന്തൊക്കെയാണെന്ന് ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബെല്ല്, ഫുഡ്. UCR അൺകണ്ടീഷൻഡ് റെസ്പോൺസ് വന്നു. ബെല്ല് മാത്രം കൊടുത്തപ്പോഴും കണ്ടീഷൻഡ് റെസ്പോൺസ് വന്നു. ഈ ഒരു സംഭവമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാവലോവിൻ്റെ കണ്ടീഷനിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാനാണ് ഞാൻ ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ. എന്താണ് ഈ ഒരു തിയറി കൊണ്ട് പാവലോ ഉദ്ദേശിച്ചിട്ടുള്ളത്? അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തെ പോയിൻ്റ് ശീലമാക്കലാണ്. അക്യൂസിഷൻ. എങ്ങനെ ഒരു കാര്യത്തെ ശീലമാക്കാം എന്നുള്ളതാണ് ഈ തിയറിയുടെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷനായിട്ട് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ സ്വാഭാവിക ചോദകവും അതുപോലെ ന്യൂട്രൽ ചോദകമായിട്ടുള്ള മണി, ബെല്ല്, ഇത് ഒരുമിച്ച് നൽകിയപ്പോൾ പഠനം നടന്നു എന്നാണ് പാവലോ പറയുന്നത്. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ശീലമാക്കാനായിട്ട് സാധിക്കും. ഓരോ കാര്യങ്ങളും നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടീഷനിങ്ങിലൂടെ ശീലമാക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തത്വമാണ് ശീലമാക്കൽ. അക്വിസിഷൻ എന്നും പറയും. നമ്മൾ നേടിയെടുക്കുക, ശീലത്തിലൂടെ നമ്മൾ നേടിയെടുക്കുക. ഹാബിറ്റ് ഫോർമേഷൻ എന്നൊക്കെ പറയില്ലേ? അങ്ങനെ നമ്മൾ ശീലങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ. സ്വാഭാവിക ചോദകവും ന്യൂട്രലായിട്ടുള്ള ചോദകവും. കാരണം സ്വാഭാവിക ചോദകം എന്താണ്? ന്യൂട്രൽ ചോദകമായിട്ടുള്ള ഭക്ഷണവും മണിയും എന്താണ്? ഭക്ഷണവും കൊടുത്തതും മീറ്റും ബെല്ലും സ്വാഭാവിക ചോദകമല്ല, ന്യൂട്രൽ ചോദകമാണ്. ഈ ന്യൂട്രൽ ചോദകം കൊടുത്തപ്പോൾ അത് നിരന്തരം ഒരുമിച്ച് നൽകുമ്പോഴാണ് ഇവിടെ എന്ത് സംഭവിച്ചത്? പഠനം നടന്നിട്ടുണ്ടായിരുന്നത്. നിരന്തരം ഒരുമിച്ച് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇവിടെ പഠനം നടക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിൻ്റ്, ശീലത്തിൻ്റെ പ്രാധാന്യം. പഠനത്തിൽ ശീലങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യമാണ് അദ്ദേഹം വിവരിച്ചിട്ടുണ്ടായിരുന്നത്. അക്യൂസിഷൻ, സ്വാഭാവിക ചോദകവും ന്യൂട്രൽ ചോദകവും ആയിട്ടുള്ള ഭക്ഷണവും മണിയും നിരന്തരം ഒരുമിച്ച് നൽകിയപ്പോൾ പഠനം നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. അടുത്തത് വിലോപം. വിലോപം എന്ന് പറഞ്ഞാൽ എക്സ്റ്റിൻഷൻ എന്നതിനെ ഇംഗ്ലീഷിൽ വിളിക്കാം. എക്സ്റ്റിൻഷൻ. വിലോപം എന്ന് പറയുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ് സാധനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ആ പേരിൽ തന്നെ ഈ വി വെച്ചിട്ടുള്ള സാധനങ്ങൾ. എക്സ്റ്റിൻഷൻ. ഭക്ഷണം നൽകാതെ, ഇപ്പോൾ ഓരോ തവണ ബെല്ല് കൊടുത്തപ്പോഴും ഭക്ഷണം കൊടുക്കാതെ അല്ലേ, ആ ഡോഗിനെ പറ്റിച്ചുകൊണ്ട് നമ്മൾ കബളിപ്പിച്ചുകൊണ്ട് ബെല്ല് മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കില്ല? നായരിൽ പ്രതികരണം എന്ന് പറയുന്ന, ഉമിനീരെന്ന് പറയുന്ന, സലൈവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതാണ് അവിടെ പാവലോ ഉദ്ദേശിക്കുന്നത്. വിലോപം സംഭവിക്കുമെന്നുള്ളത് ഈ ഒരു തിയറിയുടെ ഇതിൻ്റെ ഒരു ലോയാണ്. വിലോപം. ഈ പറയുന്ന ഭക്ഷണം നൽകാതെ കുറേ തവണ ബെല്ല് മാത്രം അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? നായയിൽ ഉമിനീർ പ്രതികരണം ഇല്ലാതാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ബെല്ല് കൊടുക്കുമ്പോഴൊക്കെ തന്നെ ഫുഡ് കൊടുത്താൽ മാത്രമാണ് എന്ത് സംഭവിക്കുകയുള്ളൂ?
ഈ ഒരു സലൈവേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അടുത്തതാണ്, പേര് കേട്ടൊന്നും പേടിക്കണ്ട, പേരിങ്ങനെയാണ്, ചോദക സമാനതാവാദം അല്ലെങ്കിൽ ചോദക സാമാന്യവൽക്കരണം എന്നൊക്കെ കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇങ്ങനെയാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ. ചോദകം എന്ന് പറഞ്ഞാൽ സ്റ്റിമുലി ആണ് നമ്മൾ പഠിച്ചല്ലോ, സ്റ്റിമുലസ് ആണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ സ്റ്റിമുലസ് ജനറലൈസേഷൻ. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമാന്യവൽക്കരണം എന്നാണ്. സാമാന്യവൽക്കരണം നടത്തുക, ജനറലൈസ് ചെയ്യുക, നമ്മൾ കാര്യങ്ങളെ ജനറലൈസ് ചെയ്യുക. അപ്പോൾ സ്റ്റിമുലസിനെ ജനറലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. ആ കൊടുക്കുന്ന സ്റ്റിമുലസിനെ എന്ത് ചെയ്യുകയാണ്? ഡോഗ് ജനറലൈസ് ചെയ്ത് കാണുകയാണ്. ഏത് സ്റ്റിമുലി കൊടുത്താലും അത് ജനറലൈസ് ചെയ്ത് കാണുന്നു. കാരണം ബെല്ല് പോലെയുള്ള മറ്റു സാമ്യമുള്ള ശബ്ദങ്ങൾ ഏത് കേട്ടാലും അതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട്, അത് ബെല്ലാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് ജനറലൈസ് ചെയ്തുകൊണ്ട് വ്യത്യാസം നായക്ക് അറിയാൻ കഴിയാതെ, ആദ്യം എന്ത് ചെയ്യുന്നില്ല, ആദ്യം ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരേപോലുള്ള മറ്റ് ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും ഡോഗിൽ ഈ ഒരു ഉമിനീര് ഉണ്ടാവുന്നു അല്ലെങ്കിൽ സലവേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം. വളരെ സിമ്പിളാണ്, പേര് കേട്ട് പേടിക്കില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുമ്പോൾ ഒരേപോലുള്ള മറ്റ് ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ, എല്ലാത്തിൻ്റെ ഇംഗ്ലീഷ് ടേമുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഒരേപോലുള്ള മറ്റു ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും നായ ഉമിനീർ ഒഴുക്കുന്നു, വ്യത്യാസം അറിയാൻ കഴിയാതെ നായ ഉമിനീർ ഒഴുക്കുന്നു. ശ്രദ്ധിച്ചു പഠിക്കുക. ചോദക സാമാന്യവൽക്കരണം എന്നാണ് പേര്. അതിൻ്റെ മറ്റു പേരാണ് ചോദക സമാനതാവാദം, സ്റ്റിമുലസ് ജനറലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ടേം നമുക്ക് തരില്ല അല്ലേ, മലയാളം ടേമിലേ ചോദിക്കുള്ളൂ. അപ്പോൾ അത് പഠിക്കുക. ഇത് ഏത് തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി ചോദക വിവേചനം, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. നായ എന്ത് ചെയ്യുന്നു? ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പഠിക്കുന്നു. ഓരോ സ്റ്റിമുലസ് കൊടുക്കുമ്പോഴും അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് ഈ പട്ടിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. കൃത്യമായ ശബ്ദത്തോട് മാത്രം പ്രതികരിക്കാനായിട്ട് പഠിക്കുന്നു. അതൊക്കെ സംഭവിക്കുന്നത് ഈ കണ്ടീഷനിങ് പ്രോസസ്സിലൂടെയല്ലേ. കൃത്യമായത് കൊടുക്കുമ്പോൾ മാത്രം പ്രതികരിക്കുക അല്ലേ. സാദൃശ്യമുള്ള മറ്റു ശബ്ദങ്ങൾ, ഇപ്പോൾ ബെല്ലു പോലെ അതുമായിട്ട് സമാനമുള്ള മറ്റെന്ത് ശബ്ദം വന്നാലും നായ ആദ്യം അതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് അതിനോട് പ്രതികരിക്കാനാണ് ആദ്യം പഠിച്ചത്. അതിനുശേഷം എന്ത് ചെയ്തു? കൃത്യമായ ശബ്ദത്തോട് മാത്രം പ്രതികരിക്കാൻ, സാദൃശ്യമുള്ള മറ്റു ശബ്ദങ്ങളെ തള്ളിക്കളയാനുള്ള കഴിവ്. അപ്പോൾ കൃത്രിമ ചോദകത്തിന്, അപ്പം കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കാൻ പോകുന്ന, ന്യൂട്രലായിട്ട് കൊടുക്കാൻ പോകുന്ന ഏത് സ്റ്റിമുലസും ആയിക്കോട്ടെ, അതിന് ചെറിയൊരു മാറ്റം വന്നാൽ പോലും എന്ത് സംഭവിക്കുന്നു? അതിനെ വേർതിരിച്ചറിയാനായിട്ട്, അതിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് നായയ്ക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ അതിനോടകം പഠിച്ചു കഴിഞ്ഞു എന്നാണ് അതർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ചോദക വിവേചനം അല്ലെങ്കിൽ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ചോദക വിവേചനം, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പഠിച്ചു, വേർതിരിച്ചറിയാൻ പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ നമ്മൾ മലയാളീകരിച്ച് പറയുക ചോദക വിവേചനം. വിവേചിച്ചറിയാൻ പഠിക്കുക അല്ലേ. നമ്മൾ ഓരോ കാര്യത്തിനെ വിവേചനത്തോടെ വിവേചിച്ച് അറിയാൻ സാധിക്കണം. അപ്പോൾ ചോദക വിവേചനം എന്താണെന്ന് ആദ്യം കൺസെപ്റ്റ് മനസ്സിൽ കൊണ്ടുവരിക. അതിൻ്റെ നിങ്ങൾക്ക് മലയാളം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് ടേമുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് വയ്ക്കുക. സ്റ്റിമുലസ് ജനറലൈസേഷൻ, ചോദക വിവേചനം. നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ ഈസി ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലും നമ്മൾ എക്സാം എഴുതരുത് അല്ലേ. ഡീപ്പ് ചോദ്യങ്ങളായിരിക്കും വരിക. അപ്പോൾ ചോദക വിവേചനം എന്ന് പറയുന്നത് ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയായിട്ടുള്ളത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ വിവേചനം തന്നെയാണ് ഇവിടെയും വേണ്ടത്. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ചോദക വിവേചനം. കൃത്യമായ ശബ്ദത്തോട് മാത്രം, ബെല്ലടിപ്പിച്ചിട്ട് ബെല്ലിൻ്റെ കൂടെ തന്നെ വേറൊരു ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് നായയെ പറ്റിക്കാമെന്ന് കരുതണ്ട അല്ലേ. കൃത്യമായ ശബ്ദത്തോട് മാത്രം പ്രതികരിക്കാനും സാദൃശ്യമുള്ള മറ്റു ശബ്ദങ്ങളെ നോക്കൂ, കൃത്യമായ ശബ്ദത്തോട് മാത്രം പ്രതികരിക്കാനും സാദൃശ്യമുള്ള മറ്റു ശബ്ദങ്ങളെ തള്ളിക്കളയാനുമുള്ള കഴിവ് കൃത്രിമ ചോദകത്തിൽ ചെറിയൊരു തള്ളിക്കളയാനുമുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന്. മറ്റു ശബ്ദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കൃത്യമായ ശബ്ദത്തോട് മാത്രം പ്രതികരിക്കാനും സാദൃശ്യമുള്ള മറ്റു ശബ്ദങ്ങളെ തള്ളിക്കളയാനുമുള്ള കഴിവാണ് ഇവിടെ നായ ആർജിച്ചെടുത്തത്. അതിനെയാണ് ചോദക വിവേചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൃത്രിമ ചോദകത്തിൽ ചെറിയൊരു മാറ്റമുണ്ടായാൽ പോലും,
കൃത്രിമ ചോദകത്തിൽ ചെറിയൊരു മാറ്റമുണ്ടായാൽ പോലും അതിനെ വേർതിരിച്ചറിയാൻ നായയ്ക്ക് സാധിക്കും. അങ്ങനെയാണ് നായ പഠിച്ചെടുത്തത് അല്ലേ, വേർതിരിച്ചറിയാൻ അതിനോടകം പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതാണ് ഈ ഒരു ചോദക വിവേചന നിയമം പറയുന്നത്. ഇനി അടുത്തതാണ് പുനഃപ്രാപ്തി നിയമം. പുനഃപ്രാപ്തി എന്നാൽ സ്പോണ്ടേനിയസ് റിക്കവറി. സ്പോണ്ടേനിയസ് ആയിട്ട് ഇത് റിക്കവർ ചെയ്ത് പുനഃപ്രാപ്തിയിലേക്ക് വരികയാണെന്ന് മനസ്സിലാക്കുക. പുനഃപ്രാപ്തി നേടുന്നു എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ആയിട്ട് റിക്കവർ ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഒരു വിലോപം കേട്ടോ, വിലോപം അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ. നമ്മൾ ഒരു കാര്യം ബെല്ല് കൊടുത്തതിന് ശേഷം ഫുഡ് കൊടുത്തില്ലെങ്കിൽ ആ സലൈവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ ഇല്ലാതാവുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതാണ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ വിലോപം എന്ന് പറയുന്നത്. ഈ വിലോപം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷവും കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ബെല്ല് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയട്ടെ, നായയിൽ ഉമിനീര് വരും അല്ലെങ്കിൽ സലൈവേഷൻ ഉണ്ടാവും. ആ പ്രതിഭാസം, പക്ഷേ ആ പ്രതിഭാസത്തെയാണ് ഇവിടെ പുനഃപ്രാപ്തി, പെട്ടെന്നൊരു പുനഃപ്രാപ്തി ഉണ്ടാവുകയാണ്, ഒരു സ്പോണ്ടേനിയസ് ആയിട്ടൊരു റിക്കവറി ഉണ്ടാവുകയാണ്. ആ ബെല്ല് ഈ റെസ്പോൺസ് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു പുനഃപ്രാപ്തിയിലേക്ക് നയിക്കുന്നു, ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് അത് റിക്കവർ ചെയ്തെടുക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ പ്രതികരണം വളരെ കുറഞ്ഞ സമയത്തേക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വളരെ കുറഞ്ഞ സമയത്തേക്കായിരിക്കും ഉണ്ടാവുക. പിന്നീട് എങ്ങോട്ട് തന്നെ പോകുന്നു, വിലോപം സംഭവിക്കുന്നു. ഓക്കെ, വളരെ സിമ്പിളാണ്. പറയുമ്പോൾ ഇച്ചിരി കൂടുതലായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ പാവലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പുനഃപ്രാപ്തി എന്ന് പറയുന്ന ഈ തിയറിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സ്പോണ്ടേനിയസ് റിക്കവറി ഈ ഒരു തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പാവലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്ന കാര്യം വരുന്നത്. അതിലെന്താണ്, എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ വിലോപം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബെല്ല് കൊടുക്കുകയാണെങ്കിൽ ഈ നായയിൽ ഈ സലൈവേഷൻ അല്ലെങ്കിൽ ഉമിനീര് എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുന്നു. പക്ഷെ അത് ഒരുപാട് കാലത്തേക്കല്ല, ഈ പ്രതികരണം വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം ഉണ്ടാവുന്നതും അതിനുശേഷം വീണ്ടും വിലോപം സംഭവിക്കുന്നുണ്ടാവുന്നു. അങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു ഇതിനെയാണ് ഈ സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുനഃപ്രാപ്തി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ ഇതിന്ന് മനസ്സിലാക്കാം. വൈകിയുള്ള അനുബന്ധന പ്രതികരണങ്ങളുണ്ട്. അതിനെ വിളിക്കുന്നത് ഡിലേയ്ഡ് കണ്ടീഷൻ റെസ്പോൺസ് എന്നാണ്. ഡിലേയ്ഡ് കണ്ടീഷൻ റെസ്പോൺസ്, വൈകിയുള്ള അനുബന്ധന പ്രതികരണം അല്ലെങ്കിൽ ഡിലേയ്ഡ് കണ്ടീഷൻഡ് റെസ്പോൺസ്. ഡിലേ ആവുക എന്നുള്ളതാണല്ലോ വൈകുക എന്ന് പറയുന്നത്. ഇപ്പോൾ കൃത്രിമ ചോദകവും സ്വാഭാവിക ചോദകവും, കൃത്രിമ ചോദകം ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ്, സ്വാഭാവിക ചോദകം നാച്ചുറൽ സ്റ്റിമുലസ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്തപ്പോഴാണല്ലോ കണ്ടീഷനിങ് മീൻസ് സലൈവേഷൻ വന്നത്. അപ്പോൾ ഈ കണ്ടീഷനിങ് സംഭവിച്ചു അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഇടവേള, അപ്പോൾ നാച്ചുറൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡും ബെല്ലും അല്ലെങ്കിൽ ബെല്ലും ഫുഡും, കൃത്രിമ ചോദകമായിട്ടുള്ള ബെല്ലും നാച്ചുറൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡും ഇത് ഒരുമിച്ച് കൊടുത്തപ്പോഴാണല്ലോ ഇത് സംഭവിച്ചത്, കണ്ടീഷനിങ് ഒക്കെ നടന്ന് സലൈവേഷൻ വന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഇടവേള വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നായ എന്ന് പറയുന്നത്, ഈ ഡോഗ് ഈ ഇടവേളയുടെ ദൈർഘ്യവുമായിട്ട് സാവകാശം പൊരുത്തപ്പെടും. അപ്പോൾ ആ സാവകാശം പൊരുത്തപ്പെട്ട ആ ഇടവേളയിലൂടെ അങ്ങനെ അത് കറക്റ്റായിട്ട് ആ ഇടവേള എങ്ങനെയാണെന്നുള്ളത് പഠിക്കും. ഇനി ഇടവേള ഇപ്പോൾ വൈകിക്കുകയാണെങ്കിൽ ബെല്ലടിച്ച് 5 മിനിറ്റിന് ശേഷം ഫുഡ് കൊടുക്കുകയാണ്, വീണ്ടും ബെല്ലടിച്ചു 5 മിനിറ്റിന് ശേഷം ഫുഡ്, അല്ലെങ്കിൽ അടുത്തതിൽ ബെല്ലടിച്ചു 10 മിനിറ്റിന് ശേഷം ഫുഡ്, ബെല്ലടിച്ചു 10 മിനിറ്റിന് ശേഷം ഫുഡ്, അതങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെടും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പം അങ്ങനെ സാവകാശമാണ്, ഒറ്റയടിക്കല്ല അത് പൊരുത്തപ്പെടുന്നത്. ആ ദൈർഘ്യവുമായി ഒരു പ്രോസസ്സ് നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ ആ പ്രോസസ്സ് നമ്മൾ അങ്ങനെ ശീലിക്കും അല്ലേ. അങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് ആ ഒരു സമയത്ത് അങ്ങനെ ശീലിച്ചില്ല. വൈകിട്ട് ആ ടൈം ആകുമ്പോൾ നമുക്ക് ചായ വേണം, ആ ചായ കുടിക്കുന്നത് അങ്ങനെ ശീലിക്കും അല്ലേ. അങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇടവേളയുടെ ദൈർഘ്യമായിട്ട് ഇപ്പോൾ ഒരു സമയം നമുക്കിപ്പോൾ 3 മണിക്കാണ് ഫുഡ് കഴിക്കാൻ പറ്റുന്നുള്ളൂ, 3 മണിക്ക് നമ്മൾ ശീലിച്ച് അങ്ങനെയോ, അതൊക്കെ തന്നെ ഇടവേളയുടെ ദൈർഘ്യവുമായിട്ട് സാവകാശം ഈ ഡോഗ് പൊരുത്തപ്പെടും. അപ്പോൾ പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ ഇടവേള വൈകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇടവേള വൈകുന്നതിനനുസരിച്ച് പ്രതികരണവും വൈകുന്നു. അപ്പോൾ അങ്ങനെ ഇടവേള വൈകുന്നതിനനുസരിച്ച് പ്രതികരണം വൈകി, അങ്ങനെ അതിനെയാണ് ഡിലേയ്ഡ് കണ്ടീഷൻ റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡിലേയ്ഡ് കണ്ടീഷൻഡ് റെസ്പോൺസ്. ഇനി അടുത്തതാണ് സമീപസ്ഥതാ നിയമം അല്ലെങ്കിൽ സാമീപ്യ നിയമം.
സമീപസ്ഥതാ നിയമം, സാമീപ്യ നിയമം, ലോ ഓഫ് കണ്ടിജ്യൂറ്റി, ടെമ്പേർഡ് കണ്ടിജ്യൂറ്റി എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. കുറച്ച് പേരുകൾ ടഫാണ്, പഠിച്ചു വയ്ക്കുക. സമീപസ്ഥതാ നിയമം, സാമീപ്യ നിയമം, അടുത്ത് വരുന്നതാണല്ലോ സമീപസ്ഥം, സാമീപ്യം, അത്ര മനസ്സിലാക്കിയാൽ മതി. ലോ ഓഫ് കണ്ടിജ്യൂറ്റി, ടെമ്പേർഡ് കണ്ടിജ്യൂറ്റി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ വിളിക്കുക. ഇപ്പോൾ ഒരു സാഹചര്യം അല്ലെങ്കിൽ സാമീപ്യം അനുസരിച്ചിട്ടാണ് പഠനം നടക്കുന്നത്. ഇപ്പോൾ അടുത്തടുത്തുള്ള കാര്യം അല്ലെങ്കിൽ അതുമായിട്ടുള്ള അടുപ്പം, സാമീപ്യം, അതിൻ്റെ സാഹചര്യം അനുസരിച്ച് പഠനം നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കൃത്രിമ ചോദകവും നൈസർഗിക ചോദകവും തമ്മിൽ അടുപ്പമുള്ള ബന്ധമുണ്ടാകുമ്പോഴാണ്, അല്ലേ? അവ തമ്മിൽ കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ്, അടുപ്പമുള്ള ബന്ധമുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇതിനെ ബന്ധം, അനുബന്ധനം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അടുപ്പമുള്ള ബന്ധമുണ്ടാകുമ്പോഴാണ് അങ്ങനെ അനുബന്ധനമുണ്ടാകുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഈ തിയറിയുടെ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൃത്രിമ ചോദവും നൈസർഗിക ചോദവും തമ്മിൽ അടുപ്പമുള്ള ബന്ധമുണ്ടായപ്പോൾ അനുബന്ധനമുണ്ടായി. ഓക്കെ, ആ അടുപ്പമുള്ള ബന്ധത്തെയാണ് ഇവിടെ സമീപസ്ഥതാ നിയമം എന്ന് വിളിച്ചത്, സാമീപ്യ നിയമം എന്ന് വിളിച്ചത്. ഓക്കെ, ലോ ഓഫ് കണ്ടിജ്യൂറ്റി, ടെമ്പേർഡ് കണ്ടിജ്യൂറ്റി, ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരേ സമയം നൽകുകയും ഈ സ്വാഭാവിക ചോദവും കൃത്രിമ ചോദവും ഒരേ സമയം നൽകുകയും അവസാനിക്കുകയും ചെയ്തപ്പോൾ തത്സമയ അനുബന്ധനമുണ്ടായി. ഈ സ്വാഭാവിക ചോദകവും കൃത്രിമ ചോദകവും ഒരേ സമയം നൽകിയപ്പോൾ, അതുപോലെ ഒരേ സമയം അവസാനിക്കുകയും ചെയ്തപ്പോൾ എന്തുണ്ടായി? തത്സമയ അനുബന്ധനമുണ്ടായി. അതിനെ വിളിച്ച പേരാണ് സൈമുൾട്ടേനിയസ് കണ്ടീഷനിങ്. എന്താണ്? സ്വാഭാവിക ചോദകവും കൃത്രിമ ചോദകവും ഒരേ സമയം നൽകുകയും അവസാനിക്കുകയും ചെയ്യുമ്പോൾ തത്സമയ അനുബന്ധനം ഉണ്ടാകുന്നു. അതിനെ വിളിച്ച പേരാണ് സൈമുൾട്ടേനിയസ് കണ്ടീഷനിങ്. സൈമുൾട്ടേനിയസ് കണ്ടീഷനിങ്. ഓക്കെ, ഇത്ര ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലാസ്റ്റ് പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാവലോവിൻ്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കുറച്ച് ലോസാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ഈ ലോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ ഇത് പാവലോവിൽ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇത് പാവലോവിൻ്റെ തിയറിയുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യങ്ങൾ ഏത് രീതിയിലും ചോദിക്കാം. നമ്മളിപ്പോൾ ഈ ഒരു പരീക്ഷണങ്ങളെല്ലാം കഴിയുമ്പോൾ തന്നെ നമ്മളെല്ലാവരുടെയും ചോദ്യങ്ങളെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അതൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. അപ്പോൾ നമുക്ക് ഈ സ്വാഭാവിക ചോദ്യത്തെ ഈ സൈമുൾട്ടേനിയസ് കണ്ടീഷനിങ് എങ്ങനെയാണ് നടന്നത്, ഒരേ സമയം നൽകി അവസാനിച്ചപ്പോഴാണ്, അതിന് കറക്റ്റ് ഒരു ടൈം വെച്ചിട്ട് അത് ചെയ്തപ്പോഴാണ് അത് തത്സമയ അനുബന്ധനം അവിടെ ഉണ്ടായത്. അതിനെ സൈമുൾട്ടേനിയസ് കണ്ടീഷനിങ് എന്നാണ് വിളിച്ചത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണിത്, പാവലോവിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ. ഇതിനെ നമുക്ക് ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് എന്നൊക്കെ വിളിക്കാം. നിങ്ങളെപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക? നിങ്ങൾക്കിത് ക്ലാസ് റൂമിലാണല്ലോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതെപ്പോഴും ക്ലാസ് റൂമിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് പറയുന്നത് പഠന സന്ദർഭത്തിൽ, ഇപ്പോൾ ക്ലാസ് റൂമിന് ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാവും. ആ ക്ലാസ് റൂമിൻ്റെ സന്ദർഭത്തിലൊക്കെ തന്നെ അനുയോജ്യമായിട്ടുള്ള ചോദകമാണ് ഉൾപ്പെടുത്തേണ്ടത്. ക്ലാസ് റൂമിൽ കൊടുക്കേണ്ട സ്റ്റിമുലസ് ഏതാണ്, അനുയോജ്യമായിട്ടുള്ള ചോദകങ്ങളാണ് ക്ലാസ് റൂമിൽ ഉൾപ്പെടുത്തേണ്ടത്. എന്നാൽ മാത്രമാണ് അനുയോജ്യമായ റെസ്പോൺസുകൾ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ക്ലാസ് മുറിക്ക് അനുയോജ്യമായിട്ടുള്ള പഠന സന്ദർഭത്തിന് ഏതാണ് ഒരു പാഠം പഠിപ്പിക്കുമ്പോൾ അതിന് ഏതാണ് അനുയോജ്യമായിട്ടുള്ള സ്റ്റിമുലസ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ടീച്ചേഴ്സ് ആവാൻ പോകുന്ന നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു പാവലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അപ്ലൈ ചെയ്യുമ്പോൾ പലരും അപ്ലൈ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അനുയോജ്യമായിട്ടുള്ള സ്റ്റിമുലസ് ഉൾപ്പെടുത്തുക. രണ്ടാമത്, കുട്ടികളിൽ നല്ല ശീലങ്ങൾ, ഹാബിറ്റ്സ് ഫോർമേഷൻ, ശീലങ്ങളിലൂടെ ആർജിച്ചെടുത്തു. നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ, ശീലമാക്കൽ, ഒരു നിയമം അവിടെ രൂപപ്പെട്ടു ഈ ഒരു തിയറിയിലൂടെ. നല്ല ശീലങ്ങൾ വളർത്തുക, നല്ല ഹാബിറ്റുകൾ ഫോം ചെയ്യുക എന്നുള്ളത് ഈ ഒരു തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതുപോലെ കുട്ടികൾക്ക് ദുശ്ശീലങ്ങൾ ഉണ്ടെങ്കിൽ, മോശം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് പഠിപ്പിക്കുക, ഭയം ഒഴിവാക്കാനായിട്ട് പഠിക്കുക, കണ്ടീഷനിങ്ങിലൂടെ ഭയം എന്നിവ ഒഴിവാക്കുക. അതുപോലെ ഭയം മാറ്റുന്നത്, ആ ഭയമുള്ള കാര്യത്തിനെ ഡീസെൻസിറ്റൈസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ എക്സ്പോഷർ തെറാപ്പിയൊക്കെ പറയുന്നത് പോലെ അല്ലേ, പാമ്പിന് പേടിയാണെങ്കിൽ പാമ്പിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതൊരു പടം കാണിക്കുന്നു, പിന്നെ പാമ്പിൻ്റെ വീഡിയോ കാണിക്കുന്നു, പിന്നെ പാമ്പിനെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നു, അങ്ങനെ പാമ്പിനോടുള്ള പേടി ഇല്ലാതാക്കുന്നു. എക്സ്പോഷർ തെറാപ്പിയിലൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭയം മാറ്റൽ,
സെൻസിറ്റൈസേഷൻ, ഡീസെൻസിറ്റൈസേഷനിലൂടെ ഭയം മാറ്റിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ഫോബിയ മാറ്റാനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. കടുത്ത ഭയമുണ്ടെങ്കിൽ അതിനെയാണ് ഫോബിയ എന്ന് വിളിക്കുന്നത്. ഓരോന്നിനും പേടിയുണ്ടാവും. എനിക്ക് ഹൈറ്റിന് പേടിയുണ്ടായിരുന്നു, അപ്പോൾ ഈ സിപ്പ് ലൈനിലൊക്കെ കയറാൻ പേടിയായിരുന്നു. അപ്പോൾ 2026 ഞാൻ ആ ഒരു ഫോബിയ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരുടെ സപ്പോർട്ടും അങ്ങനെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് ആ ഒരു നമ്മുടെ ഫോബിയ മാറ്റാൻ. നല്ല സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്നവരുണ്ട് ഫോബിയ മാറ്റി, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്കിതിൻ്റെ ഒരു പ്രാധാന്യം. ക്ലാസ് റൂമിൽ കുട്ടികൾക്കായിരിക്കും ഫോബിയ ഉണ്ടാവുക. അപ്പോൾ കുട്ടികളുടെ ഫോബിയ, എന്തിനാണ് ഫോബിയ ഉള്ളത്? അപ്പോൾ നല്ലൊരു ടീച്ചർക്ക് ഈ ഒരു സൈക്കോളജിക്കൽ തിയറീസൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഫോബിയസൊക്കെ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പാവ്ലോവിൻ്റെ തിയറി പറയുന്നത്. അതുപോലെ കുട്ടികൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള അഭ്യുദയകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. കുട്ടികൾക്ക് നല്ല അന്തരീക്ഷം കൊടുക്കുക എന്നുള്ളത് അതിൽ പ്രധാനമാണ്. പഠന രീതി ആവർത്തനത്തിലൂടെയും കൃത്യമായ ആശയങ്ങൾ എളുപ്പത്തിൽ, അപ്പോൾ പഠന രീതി ആവർത്തിക്കുന്നതിലൂടെയും, പഠനരീതി ആവർത്തനം എന്ന് പറയുന്ന പഠനരീതി ആവർത്തിക്കുക. എന്ത് രീതിയാണോ ചെയ്യുന്നത് ആ പ്രോസസ്സ് കണ്ടീഷൻ ചെയ്യണമെങ്കിൽ അത് പിന്നെയും ചെയ്യണം, അല്ലേ? അങ്ങനെ കൃത്യമായിട്ടുള്ള ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ആശയങ്ങൾ കൃത്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോഗ് പഠിച്ചെടുത്ത ഓരോ കാര്യങ്ങൾ ആദ്യം പഠിച്ചതിൽ എന്തായിരുന്നു, ആ ബെല്ലടിച്ചപ്പോഴൊക്കെ തന്നെ ആദ്യം ഏത് ശബ്ദം, അതിനോട് സാമ്യമുള്ള ഏത് ശബ്ദം കേട്ടപ്പോഴും പ്രതികരിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് കറക്റ്റായിട്ടുള്ള ശബ്ദത്തിനോട് പ്രതികരിക്കാൻ പഠിക്കുകയും ബാക്കി സാമ്യമായിട്ടുള്ള ശബ്ദങ്ങളെ തള്ളിക്കളയാനും ഡോഗ് പഠിച്ച പോലെ തന്നെ കുട്ടികളും എന്ത് ചെയ്യും, കൃത്യമായ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ഈ തിയറികളിലൂടെയൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് അതൊന്നുകൂടെ ഞാൻ കാണിക്കാം. എന്താണ് ഇതിൻ്റെ പ്രായോഗിക വശങ്ങളെന്ന് ഒന്ന് വായിച്ചു നോക്കുക. പഠന സന്ദർഭത്തിൽ അനുയോജ്യമായ ചോദകം ഉൾപ്പെടുത്തുക, നല്ല ശീലങ്ങൾ വളർത്തുക, ദുശീലങ്ങൾ, ഭയം എന്നിവ ഒഴിവാക്കുക. അതുപോലെ ഭയം മാറ്റൽ എങ്ങനെയാണ്, ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ക്രമേണ പയ്യെ ഭയം ഇല്ലാതാക്കുക. ഭയമുള്ള ഒരു കാര്യത്തെ പെട്ടെന്ന് ഇല്ലാതാക്കലല്ല, ക്രമേണ ഓരോ സ്റ്റെപ്പിലൂടെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കി അതിനെ കാണിച്ചു കൊടുത്തുകൊണ്ടും എക്സ്പോഷർ നടത്തിക്കൊണ്ടും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് അതിനോടുള്ള ഭയം കാലക്രമേണ കുറഞ്ഞു വരും. ക്രമേണ കുറഞ്ഞു വരുന്നു, അതിനോടുള്ള പേടി കുറഞ്ഞു വരുന്നു, സേഫ് സോണിലോട്ട് ആവുന്നു എന്നുള്ളതാണ്. അത് ഒക്കെ സൈക്കോളജി തെറാപ്പിയുടെയൊക്കെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നീട് വരുന്നത് ഫോബിയ, കടുത്ത ഭയം മാറ്റൽ, അഭ്യുദയകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, പഠന രീതി ആവർത്തനത്തിലൂടെയുമൊക്കെ കൃത്യമായ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സാണ്, കാരണം നമുക്കിതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ്സാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഈ ഒരു പരീക്ഷണങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഒരു ക്ലാസ് ഉണ്ടാവും എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.